സംസ്ഥാനത്ത് 13 ജില്ലകളിലെ 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മുന്നേറ്റം. 17 സീറ്റിൽ LDF വിജയിച്ചപ്പോൾ UDFന് 12 സീറ്റിൽ വിജയിക്കാനായി. അതേസമയം BJP നയിക്കുന്ന NDAക്ക് ഒരിടത്തും ജയിക്കാനായില്ല. അതിനിടെ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ SDPI സ്ഥാനാർത്ഥി വിജയിച്ചു. 2 ഇടത്ത് സ്വതന്ത്രന്മാരും വിജയിച്ചു. ഇന്നലെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. 65.83% പോളിംഗ്. 17,982 പുരുഷന്മാരും 20,937 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 38,919 പേരാണ് വോട്ട് ചെയ്തത്. ആകെ 87 സ്ഥാനാർത്ഥികളായിരുന്നു ജനവിധി തേടിയത്. കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിലെ കോളക്കുന്ന്, ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡുകളിലേക്ക് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ കല്ലുവാതുക്കൽ, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ കുമ്പഴ നോർത്ത്, മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഈസ്റ്റ് ഹൈസ്കൂൾ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ കൊട്ടറ ഡിവിഷനുകളിലേക്കും 22 പഞ്ചായത്ത് വാർഡുകളിലേക്കുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. കൊല്ലം ജില്ലയിലെ 4 വാർഡുകൾ LDFും 2 വാർഡുകൾ UDFും സ്വന്തമാക്കി. തിരുവനന്തപുരത്തെ 4-ൽ 2 LDFിനൊപ്പം നിന്നപ്പോൾ ഓരോ സീറ്റ് UDFും SDPIയും സ്വന്തമാക്കി. പത്തനംതിട്ടയിലെ 2 വാർഡ് UDFിനൊപ്പവും 1 വാർഡ് LDFിനൊപ്പവും നിന്നു. ആലപ്പുഴയിലെ ഓരോ വാർഡുകൾ വീതവും LDFും UDFും വിജയിച്ചു. കോട്ടയത്തെ 1 സീറ്റിൽ UDFും ഇടുക്കിയിലെ 1 സീറ്റിൽ LDFും വിജയിച്ചു. എറണാകുളത്തെ 4-ൽ 3-ലും UDF ജയിച്ചപ്പോൾ 1 സീറ്റിൽ സ്വതന്ത്രനാണ് ജയിച്ചത്. തൃശ്ശൂരിലും പാലക്കാടും LDF സ്ഥാനാർത്ഥികൾക്കാണ് വിജയം. മലപ്പുറത്തെ 2 സീറ്റിലും കോഴിക്കോട്ടെ 1 സീറ്റിലും UDF വിജയം കൊയ്തു. കണ്ണൂരും കാസർഗോഡും എല്ലാ സീറ്റിലും LDF ആണ് വിജയിച്ചത്.